ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഷൈൻ BS6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയതാണ് കേട്ടോ. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ബാക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നല്ല ലൈനറാണ്. ഹോണ്ടയുടെ ഒറിജിനൽ കമ്പനി ലൈനർ കിടക്കണേ. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ നമ്മൾ വീൽ അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഈ ബാക്കിൽ വരുന്ന വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ്, അതായത് റബ്ബർ ടൈപ്പാണ് ഈ സംഭവം കണ്ടോ. ഇതൊക്കെ പൊട്ടി ഒരു പൊടിഞ്ഞൊടിഞ്ഞൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിടാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചാൽ ചെയിൻ സ്പോക്കറ്റ് വീലിന് പ്ലേ കൂടുതൽ കാണിക്കും. ചെയിൻ ഓവർലാപ്പിങ്, അതായത് കയറി ഇറങ്ങി വർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ചെയിൻ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ റബ്ബർ കട്ടകൾ മാറ്റിയിടാം. പിന്നെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി പുതിയ ടയറാണ് കിടക്കണേ. ടയറിൻ്റെ പ്രഷർ, അതായത് എയർ പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കയറ്റിയിടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഇൻഡിക്കേറ്റർ, ലൈറ്റ് ഐറ്റംസ്, സ്വിച്ച് ഐറ്റംസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ് അതെല്ലാം. പിന്നെ നമുക്ക് എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഒരു കൂട്ടത്തിയുടെ ഓയിൽ ഫിൽറ്ററാണ് നമുക്ക് മാറ്റേണ്ടി വരാം. സ്പീഡോമീറ്ററിൻ്റെ കേബിളാണ് കംപ്ലൈൻറ്റ് വന്നതാണ്. കേബിൾ ഇന്നർ പൊട്ടിപ്പോയി നമുക്ക് ഔട്ടർ ഫുൾ സെറ്റായിട്ട് നമുക്ക് കിട്ടണേ. അപ്പോൾ അത് കൂട്ടത്തിൽ നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ടയർ അത്യാവശ്യമുണ്ട്, നല്ല ടയറാണ്, കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡ് സെറ്റൊക്കെ ഉണ്ട്. നമുക്ക് ബ്രാക്കറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ട് വീൽ ബെയറിങ്ങൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സും ഇല്ല. ഫ്രണ്ട് സ്പീഡോമീറ്റർ കേബിൾ മാറ്റാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് നിലവിൽ മീറ്ററിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം ചെറിയൊരു ടൈറ്റ് പോലെ തുടങ്ങിയിട്ട് അതൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിട്ടേക്കാം. പിന്നെ ഇൻഡിക്കേറ്ററുകളായാലും ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്റർ, സ്വിച്ച് ഐറ്റംസ്, മീറ്ററിൻ്റെ ഉള്ളിലുള്ള ബൾബ് ഐറ്റംസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബ്രേക്കിൻ്റെ MC സബ് അസംബ്ലി ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിട്ടേക്കാം കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗും നമ്മൾ കൂട്ടത്തിക്കട അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. നല്ല പ്ലഗാണ് കിടക്കണേ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുമ്പോൾ ആ കൂട്ടത്തിക്കട തന്നെ നമുക്ക് ഓയിൽ ഫിൽറ്റർ കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയച്ചാണ് ഓയിൽ ഫിൽറ്റർ കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട് കേട്ടോ. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ പുതിയ ഫിൽറ്റർ കിടക്കണം, വലിയ പഴക്കമായിട്ടില്ല. ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെയാണ്, പുത്തൻ ഫിൽറ്റർ കിടക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാമെന്നുള്ളൂ. ബാറ്ററി വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്, എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. അപ്പോൾ അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കൂടി നമ്മൾ കാണിക്കാം. ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാം. ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ് വന്നേക്കണത്. കമ്പനി വണ്ടി പുതിയത് മേടിച്ചപ്പോൾ വന്നേക്കണ വണ്ടിയിൽ വന്ന ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് നോക്കണുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.86 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ കണ്ടീഷൻ കറക്റ്റ് സ്റ്റാറ്റസ് എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കും. ഇവിടെ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിച്ചത്, ഡാമേജ് എന്നുള്ള രീതിയിലാണ് കാണിച്ചത്. പക്ഷേ ഇപ്പോൾ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും കാണിക്കാം. കാരണം ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് ഇപ്പോൾ വണ്ടിയിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ സെൽഫിൻ്റെ ഇപ്പോൾ നിലവിൽ പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററി കംപ്ലയിൻറ്റ് വരാമെന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് കാണിക്കുക സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും. ക്രാങ്കിനെ കറക്കാനായിട്ടുള്ളൊരു പവർ കുറവായിട്ടായിരിക്കും വരാം. അപ്പോൾ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. അപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ അടിക്കും. ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ ക്ലിയർ ആയിരിക്കും. സെൽഫ് എടുക്കാനായിട്ടായിരിക്കും ബുദ്ധിമുട്ട് കാണിക്കുക. അങ്ങനെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ ബാറ്ററി ആണെന്നുള്ള ദിവസം മനസ്സിലാക്കുക. നമ്മൾ എടുത്ത് പറയേണ്ട കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ബാറ്ററി സർവീസിൻ്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിച്ചത്, പോയ ബാറ്ററി ആയിട്ടാണ് കാണിച്ചത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കാണിക്കാം. ചിലപ്പോൾ തൊട്ടടുത്ത ദിവസം കാണിക്കാം, ചിലപ്പോൾ നാളെ കാണിക്കാം, അല്ലെങ്കിൽ മറ്റന്നാൾ കാണിക്കാം, ചിലപ്പോൾ ഇന്ന് കാണിക്കാം, ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരാം. പക്ഷെ എന്നാൽ പോലും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് പറഞ്ഞു എന്നുള്ളൂ. അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സർവീസ് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും സെൽഫ് എടുക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റ് ആയിട്ട് അങ്ങനെ ചില കേസുകൾ കസ്റ്റമേഴ്സ് പറയാറുണ്ട്. അപ്പോൾ അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്ത് പറയുന്നതിൻ്റെ കേസ് ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. എപ്പോൾ വേണമെങ്കിലും ആ കംപ്ലയിൻറ്റ് നമ്മൾ സെൽഫ് എടുക്കാത്തതായിട്ട് കാണിക്കാം കേട്ടോ. അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. അപ്പോൾ ബാക്കിയത്തെ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ്. നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സ് ഒന്ന് എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷും ആ സ്റ്റിക്കിൻ്റെ ഓറിങ്ങും മാറ്റിയിടണം കൂട്ടത്തിക്കടെ. അതേപോലെ തന്നെ ഓയിലിൻ്റെ ഫിൽറ്റർ നമുക്ക് മാറ്റിയിടുന്നുണ്ട്. സ്പീഡോമീറ്ററിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്, അപ്പോൾ അതും മാറ്റുന്നുണ്ട്. ഇത്രയായിട്ടാണ് മെയിനായിട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോസും എൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ട് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.